ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് എൻ്റെ അനിയത്തി പറഞ്ഞു തന്ന ചിക്കൻ ഫ്രൈ റെസിപ്പിയാണ്. ചിക്കൻ കൊണ്ട് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ഞാൻ ഈ ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനായിട്ട് 4 വലിയുള്ളിയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. പിന്നെ നമുക്ക് ആവശ്യം വെളുത്തുള്ളി, ഇഞ്ചിയാണ്. ഇതെല്ലാം ഞാനൊന്ന് നല്ല രീതിയിൽ തന്നെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ചോപ്പ് ചെയ്തിട്ടുള്ള ഈ ഉള്ളിയെല്ലാം ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ചിക്കനിലേക്ക് നമുക്ക് എന്ത് ചെയ്യുക, ഇതിനാവശ്യമായിട്ടുള്ള മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഞാൻ ചിക്കനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് അല്പം വിനാഗിരിയാണ്. വിനാഗിരിയും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കുറേ ഒഴിക്കേണ്ട, കാരണം ഓൾറെഡി ചിക്കനിൽ വെള്ളം ഉണ്ടാവില്ല. അതുകൊണ്ട് ഇതെല്ലാം കൂടെ ചേർത്ത് ഞാൻ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചിക്കനിലേക്ക് മസാലകളൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ഞാനിത് അടച്ച് വെക്കുന്നുണ്ട്. ചൂടായി വന്ന പാനിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. നമ്മുടെ ചിക്കൻ ഓരോന്നായിട്ട് ഈ ഒരു വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ തന്നെ ഈ ഒരു ചിക്കനെ പൊരിച്ചെടുക്കാം കേട്ടോ. പൊരിച്ചെടുത്തതിന് ശേഷം നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്ക് ചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. ചൂടായ ചട്ടിയിലേക്ക് നേരത്തെ പൊരിച്ച വെളിച്ചെണ്ണയിൽ നിന്നും അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ചോപ്പ് ചെയ്ത് വെച്ചിട്ട് ഉള്ളി ഉണ്ടല്ലോ, അത് നമുക്ക് ഈ ഒരു വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ആവശ്യത്തിന് ഉപ്പ്, 3 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഫ്രൈക്ക് ആവശ്യമായിട്ടുള്ള അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മുടെ മെയിൻ താരമായിട്ടുള്ള ചിക്കൻ പൊരിച്ചത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ടൈമിൽ നല്ലൊരു സ്മെല്ലൊക്കെ വരും കേട്ടോ. നമുക്ക് നല്ലോണം ഇഷ്ടപ്പെടും ഈ ഒരു ചിക്കൻ ഫ്രൈ. അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്യാൻ മറക്കരുത്. മല്ലിച്ചപ്പ്, കരിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുന്നുണ്ട്. എനിക്ക് ക്ഷമയില്ല, ഞാൻ കഴിക്കാനായിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. എൻ്റെ അനിയത്തിയുടെ റെസിപ്പിയും എൻ്റെ കൈപ്പുണ്യം ഉള്ളതുകൊണ്ട് പറയല്ല കേട്ടോ. സൂപ്പർ ഹിറ്റായിരുന്നു ചിക്കൻ ഫ്രൈ. അത്രയ്ക്കും ടേസ്റ്റ് ആയിരുന്നു. കുറഞ്ഞ ഇൻഗ്രീഡിയൻസിൽ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ചിക്കൻ ഫ്രൈ ആണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് പറയുക. അപ്പോൾ ശരി, അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.